ഹായ് എവ്രി വൺ വെൽക്കം. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഒരു പഫ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനനുസരിച്ച് ഫ്ലവറിൻ്റെ വലിപ്പം ചെറുതും വലുതുമൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഒരു കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. ബാക്ക് ചാംസൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കേൾക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും തരാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2.5 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കളർ യാണാണ് ആദ്യം എടുത്തിട്ടുള്ളത്. മാജിക് റിങ് ചെയ്യുന്നു. അതിനുശേഷം അതിനുള്ളിൽ കൂടി ഒരു 5 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ബേസിക് സ്റ്റിച്ചസാണ്. നിങ്ങൾക്കിതൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. 5 സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റൗണ്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. ഓരോ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. സെക്കൻഡ് റൗണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 5 ഇൻക്രീസ് ആണ് ചെയ്യാനുള്ളത്. സോ ഓരോ സ്റ്റിച്ചിനകത്തും ഈ 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 സിംഗിൾ ക്രോഷ്യാണുള്ളത്. ഒരെണ്ണത്തിൽ 2 എണ്ണം വീതം വെച്ചാണ് ഇനി ചെയ്യാനുള്ളത്. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷ്യാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. റൗണ്ട് 2 അപ്പോൾ കംപ്ലീറ്റ് ആകും. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. റൗണ്ട് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അതായത് 1, 2 എന്നുള്ള റേഷ്യോയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൗണ്ട് 3 കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. യാണിനെ നമുക്ക് കട്ട് ചെയ്യാം. എവിടെയാണോ നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത് അതിൽ നിന്ന് ഹുക്ക് വലിച്ചെടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ പിന്നിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ആ ടെയിലിനെ അതിൽ കൂടി പിറകുവശത്തേക്ക് വലിച്ചെടുക്കാം കേട്ടോ.
നമുക്കിപ്പോൾ അവിടെ മാജിക് റിങ്ങിൻ്റെ ഒരു ടെയിലും ഉണ്ട്, ഇപ്പോൾ അവസാനിച്ചതിൻ്റെ ഒരു ടെയിലും ഉണ്ട്. രണ്ടും കൂടെ നമുക്കവിടെ കെട്ടി ജോയിൻ്റാക്കി വെക്കാം, അഴിഞ്ഞു പോരാത്ത രീതിയിൽ. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം 5 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. ഒരുപാട് ടൈറ്റൻ ചെയ്യാതെ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ചെറിയൊരു ലൂസോട് കൂടിയിട്ട് വേണം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്കിനി ബാക്ക് ബമ്പിലാണ് സ്റ്റിച്ചസ് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ചിൻ്റെ വി പോലുള്ള ഭാഗത്താണ് ചെയ്യാറുള്ളത്. അത് ചെയ്യാതെ അതിനൊന്ന് തിരിച്ച് പിടിക്കുമ്പോൾ ബാക്കിൽ കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു ത്രെഡ് ഉണ്ടാവും. അതിൽ കൂടെയാണ് നമ്മളിനി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൺലി. നമ്മളല്ലാതെ അതിനുള്ളിൽ കൂടെ ഹുക്കിനെ പിന്നെ വലിച്ചെടുക്കുന്നില്ല, വെറുതെ ഒരു യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഇതുപോലെ എല്ലാ ബാക്ക് ബമ്പിൽ കൂടിയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, പുൾ ത്രൂ ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞാൽ വർക്കിനെ വീണ്ടും നമുക്ക് ഒറിജിനൽ രൂപത്തിൽ തിരിച്ചു പിടിക്കാം. ഇപ്പോൾ ഹുക്കിൽ കുറേ ലൂപ്പുകളുണ്ട്. അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ പുൾ ത്രൂ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ 2 ലൂപ്പിൽ കൂടി മാത്രമാണ് പുൾ ത്രൂ ചെയ്യാനുള്ളത് കേട്ടോ. 1 2 3 4 5 6. നമുക്ക് 6 തവണ പുൾ ത്രൂ ചെയ്യാനായിട്ട് ഉണ്ടായി. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക് ബമ്പിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്റ്റിച്ചിനകത്ത് 2 സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിൽ 2 തവണ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ കുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു, അതുപോലെ അടുത്ത ഒരു റൗണ്ടും കൂടി ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാം. പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. 2 ലൂപ്പിൽ കൂടെ മാത്രമാണ് നമ്മുടെ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നത്. നമുക്ക് സെയിം നമ്പർ തന്നെയാണ് എപ്പോഴും കിട്ടുന്നത് കേട്ടോ. 6 ലൂപ്പുകൾ കൂടി നമുക്കിങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. ഓരോന്നും അവസാനിക്കുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ബാക്ക് ബമ്പിൽ കൂടി തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നു. സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും 2 ലൂപ്പിൽ കൂടെ മാത്രമായിട്ട് നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. ഇതിൽ ഒരു പെറ്റൽ ചെയ്യാനായിട്ട് നമുക്ക് വൈറ്റ് കളർ പോർഷനത്തെ 3 സ്റ്റിച്ചസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്കൊരു 6 തവണ ലൂപ്പിൽ കൂടെ ചുറ്റേണ്ടി വന്നു. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. എഗെയിൻ വീണ്ടും ബാക്ക് ബമ്പിൽ കൂടെ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യാം. ഓക്കെ, ഇത്തവണ നമുക്ക് 3rd സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഒരു സ്റ്റിച്ചിൽ 2 തവണ മാത്രം നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈസിയാണ് കാണുമ്പോൾ. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഓരോ ബാക്ക് ബം സ്റ്റിച്ചിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സ്ലിപ്പ് സ്ലിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത്തവണ നമ്മൾ യാൺ ഓവർ പുൾ ത്രൂ മാത്രമല്ല ചെയ്യുന്നത്, സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിൽ കൂടെയും നമുക്ക് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്കൊരു 4 തവണ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ 5 എണ്ണം ആയിട്ടുണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പെറ്റൽ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണോ അതിനുള്ളിൽ കൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് ഉറപ്പിക്കുക. എന്നിട്ട് യാണിനെ കട്ട് ചെയ്യാം. പുറകുവശത്തുള്ള മറ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി യാണിനെ വലിച്ചെടുത്ത് അവിടെ ഒന്ന് നമുക്ക് ടൈറ്റൻ ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കാം. അതായത് അത് സെക്യൂർ ചെയ്യാണ്. ഇനി അത് അഴിഞ്ഞു പോരില്ല എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയാണ് ഇനി അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 2 ഫ്ലവർ ചെയ്യാം. എന്നിട്ട് രണ്ടിൻ്റെ ബാക്ക് സൈഡ് ഒന്നിച്ച് വെച്ചുകൊണ്ട് നമുക്കിനി ഇതിനെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ചിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. നമുക്ക് ഈ പെറ്റലിൻ്റെ അരികുവശത്തു കൂടെ വേണം തുന്നി കൊടുക്കാനായിട്ട് കേട്ടോ. ഈ സെയിം കളർ യാൺ തന്നെ നമുക്ക് സൂചി കോർത്തുകൊണ്ട് തുന്നി കൊടുക്കാവുന്നതാണ്. ഒരുവിധം തുന്നി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഫില്ലിങ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം കൂടിയും തുന്നി കംപ്ലീറ്റ് ആക്കുക. നമുക്കതിന് ശേഷം ഇതിനകത്ത് കീ ചെയിനൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബാഗിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.